നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിൽ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിൽ ബ്ലോക്ക് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917 നടക്കുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിൽ. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകർ, പാശ്ചാത്യന്മാർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരന്മാർ, ബ്രിട്ടീഷുകാരന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. അതുമാത്രമല്ല, ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ തിൻകദിയ സമ്പ്രദായമാണ്. തിൻകദിയ സമ്പ്രദായം എന്ന് വെച്ചാൽ കദിയ എന്ന് പറഞ്ഞാൽ, ഖഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏക്കർ എന്നാണ്. അപ്പോൾ 20 ഏക്കറിൽ 3 ഭാഗം ആർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണം? ബ്രിട്ടീഷുകാരന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണം. അവരുടെ നീലം കൃഷി ചെയ്യാൻ കൊടുക്കണം. അതിൽ കിട്ടുന്നത് എന്ത് ചെയ്യണം? അത് അവർക്ക് തന്നെ കൊടുക്കണം. അതിൽ നിന്ന് പാവപ്പെട്ട കർഷകർ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ലാഭവും അതിൻ്റെ ആദായവും എല്ലാം എടുക്കുന്നത് ബ്രിട്ടീഷുകാരുമാണ്. അങ്ങനെ ഇവരുടെ 3 ഭാഗം കൊടുക്കുമ്പം ഇവർക്ക് ചെയ്യുന്ന അരിയുടെ കൃഷിയായാലും നിലക്കടലയുടെ ആയാലും മറ്റുള്ള ധാന്യങ്ങളുടെ കൃഷി ചെയ്യാൻ അവർക്ക് സ്ഥലമില്ലാണ്ട് വരും. അവർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ലാതെ വരും. അങ്ങനെ അവർക്ക് ഈ പ്രത്യേകിച്ച് 1917 എന്ന് പറഞ്ഞാൽ 1ാം വേൾഡ് വാർ നടക്കുന്ന സമയം. ആ സമയത്ത് ദാരിദ്ര്യം ഭയങ്കരമായ എല്ലാ സ്ഥലത്തും നടക്കുന്നു. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരന്മാർ അത് മാത്രമല്ല, ഇവന്മാർ ഈ നടത്തിയത് ഇൻഡിഗോ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് എതിരെ നടത്തിയ ചൂഷണമാണ്. അപ്പോൾ ഈ നീലം കൃഷി ഇവിടെ ചെയ്യുമ്പോൾ യവന്മാരുടെ ജർമ്മൻ സിന്തറ്റിക് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കർഷകർ ചെയ്യുന്ന നീലത്തിനോ അതുപോലെ ഇവിടെയുള്ള കർഷകർ ചെയ്യുന്ന ഒന്നിനും ഒരു വാല്യൂ ഇല്ല. അവന്മാർ ഈ ബ്രിട്ടീഷുകാരന്മാർ അവിടെ പോയി ഇവിടുത്തെ റാ മെറ്റീരിയൽ ഉപയോഗിച്ച് ബന്ധങ്ങളിലൊക്കെ വെച്ച് തുണികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഈ നീലം അതിനെ അവർ ജർമ്മൻ സിന്തറ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കർഷകർ ദാരിദ്ര്യത്തിലിട്ട് പോവുകയും അത് അവർക്ക് സഹിക്കാനാകാതെ, തിങ്കതീയ സമ്പ്രദായമാണ് അവർക്ക് ഒട്ടും സഹിക്കാനാകാത്തത്. 20ൽ 3 ഏക്കർ സ്ഥലം അവർക്ക് ഈ ബ്രിട്ടീഷുകാരന്മാർ കൃഷി ചെയ്യാൻ കൊടുക്കണം. അതിൽ നിന്ന് ആദായവും ഇവർ തന്നെ കൃഷി ചെയ്യണം, അത് ചെയ്യുകയും വേണം, അതിൻ്റെ ആദായം അവർക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ ഗാന്ധിജി രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക നേതാവ് ഗാന്ധിജിയോട് ഈ കാര്യം പറയുകയും ഗാന്ധിജി ബീഹാറിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സത്യാഗ്രഹം ഇരുന്ന് ഈ ഒരു കദിയ ആക്ട്, ഒരു അഗ്രിഗേറ്റ് ആക്ട് പ്രകാരം ഇത് നിർത്തലാക്കുകയും തൃങ്കദിയ സമ്പ്രദായം നിർത്തലാക്കി അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കുകയും ചെയ്യുന്നതാണ് ചമ്പാര സത്യാഗ്രഹം. ആ ചമ്പാര സത്യാഗ്രഹം ഗാന്ധിജി കുത്തിയിരുന്ന് നടന്ന അതാണ്. അപ്പോൾ ആ സത്യാഗ്രഹം വിജയിച്ചു. പിന്നെയുള്ളത് അഹമ്മദാബാദ് മിൽ സമരം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്, പട്ടിണി കിടന്നുള്ള സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ്. അവിടെ തുണിമില്ല് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒത്തിരി തുണികളുമായി ബന്ധപ്പെട്ട കാര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽ വെച്ചു. 35% വേതന വർധന ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. സമരം തുടങ്ങി 4ാം ദിനം മിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അവിടെ പ്ലേഗ് അസുഖം വരും ഈ സമയത്ത്. അപ്പോൾ ഈ പ്ലേഗ് അസുഖം വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊന്നും ജോലിക്ക് പോകാത്തതുകൊണ്ട് അവർ കൂടുതൽ ശമ്പളം കൊടുക്കും, കൂടുതൽ ബോണസ് കൊടുക്കും. അപ്പോൾ 75% കൊടുത്തു. പ്ലേഗ് അസുഖമൊക്കെ അപ്പോൾ ഈ അസുഖമൊക്കെ അങ്ങ് മാറിയപ്പം ഇവരുടെ അതങ്ങ് വെട്ടിക്കുറച്ചു. അപ്പോൾ 25% ആക്കി. അങ്ങനെ ഇവർ 25% പോരാ 35% വേണമെന്ന് പറഞ്ഞ് വാദിച്ചു. അങ്ങനെ ഗാന്ധിജി നിരാഹാരം മരണം വരെ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഗാന്ധിജിയുടെ ഇതിനോട് അവർക്ക് അംഗീകരിക്കേണ്ടി വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അതിനൊരു മോചനം കിട്ടുകയും അവരുടെ ഇത് വിജയിക്കുകയും ചെയ്തു. പിന്നെ ഗേദ സമരം 1918 ഗുജറാത്തിലെ ഗേദ ജില്ലയിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദ സത്യാഗ്രഹം. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല, നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും കൂടെ ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായി ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്
അപ്പോൾ ഇതിനെ തുടർന്ന് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വയ്ക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ കേദ സത്യാഗ്രഹത്തിൽ 2 നേതാക്കന്മാരാണ് മെയിനായിട്ടുള്ള 1916 മോഹൻലാൽ കമേഷ്കർ പാണ്ഡ്യയും അതുപോലെ ശങ്കർലാൽ പരീക്കറും അവിടുത്തെ 2 ലോക്കൽ ലീഡേഴ്സുമാരായിരുന്നു. അപ്പോൾ അവരുടെയും കൂടെ അവരും ഇൻഫോം ചെയ്ത് ഗാന്ധിജിയോടാണ് അവർ ഇൻഫോം ചെയ്യുകയും അത് ചമ്പാരൻ്റെ ഭാഗമായിട്ട് ചമ്പാരൻ വിജയിച്ചല്ലോ. അപ്പോൾ ഇതിലും ഈ ഇതിന് റിലീഫ് കിട്ടുന്നതിന് വേണ്ടി ഗുജറാത്തിലെ സഭയിൽ അഹമ്മദാബാദിലെ സബർമതിയിൽ ചെന്നിട്ട് ഇവർ ഗാന്ധിജിയോട് ഹെൽപ്പ് ആവശ്യപ്പെടുകയും, അപ്പോൾ 2 പേർ ആരൊക്കെയാണ്? മോഹൻലാൽ കമേശ്വർ പാണ്ഡ്യയും ശങ്കർലാൽ പരീഖും. പിന്നെ അവർ അതനുസരിച്ച് ഈ ഗുജറാത്ത് സഭയിൽ ബോംബെ ഗവൺമെൻറ് ഈ റവന്യൂ ഡിമാൻഡ് പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ അതിൽ ആ എഗ്രിമെൻറ്റിൽ അത് സജസ്റ്റ് ചെയ്തു. ആരൊക്കെ? 2 ലീഡർമാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാനിക്ക്. അതർ ജോയിൻ ദ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൽ അവരും ജോയിൻ ചെയ്തു. അത് എന്നാണെന്ന് വെച്ചാൽ 1918 ഫെബ്രുവരിയിലാണ്. അങ്ങ് ഗാന്ധിജി ഗുജറാത്ത് സഭയിൽ അവിടുത്തെ മെമ്പർമാരെ മനസ്സിലാക്കി അവിടെ വിസിറ്റ് ചെയ്തു കേദയിൽ. അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് ഇത് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ കേദ സത്യാഗ്രഹ യുണൈറ്റഡ് ദ പ്രൊട്ടസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റിസൾട്ട് ഇൻ ദ ഗവൺമെൻറ് മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ഫോർ ദ പാർട്ടീസ്. അതോടുകൂടി എന്ത് ചെയ്ത് നമ്മുടെ ഗാന്ധിജി ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പം ചമ്പാരൻ, അഹമ്മദാബാദിൽ കേദ സത്യാഗ്രഹ ഡോമിനേറ്റഡ് ഗാന്ധി മെത്തേഡ് പൊളിറ്റിക്സിലെ ഗാന്ധിയൻ മെത്തേഡുകൾ ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? റെസ്പെക്റ്റോടുകൂടി ആ ഒരു പൊളിറ്റിക്കൽ വർക്കേഴ്സുകളെല്ലാം ഗാന്ധിജിയെ പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഗാന്ധിജിയെ ബഹുമാനിക്കാൻ തുടങ്ങി.